ഗുഡ് മോർണിംഗ് ചേച്ചി മാം സ്റ്റാർട്ട് ചെയ്തോളൂ. Good morning. Good morning, all. How are you? സുഖല്ലേ എല്ലാവർക്കും? Good morning, ma'am. Good morning. സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണോ? എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം അല്ലെ, പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. തലശ്ശേരിയിലാണ് സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സ്ഥലം വരുന്നത്. കറന്റ് ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. EFT പ്രാക്ടീഷണർ ആണ്. പിമ്പിൾ അക്കാദമിയിൽ ഹീൽ ദ ഹീലർ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്ത് വരുന്നു. ആൻഡ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചക്ര ബേസ്ഡ് മെഡിറ്റേഷനിലാണ്. ക്ലെൻസിങ് ആൻഡ് അലൈൻമെന്റിന് പ്രാധാന്യം കൊടുത്ത് വർക്ക് ചെയ്ത് വരുന്നു. ആൻഡ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വിംബിൾ അക്കാദമിയോടും അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഫൈസൽ സാറിനോടുമുള്ള നന്ദി പറയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു സമയം എഫേർട്ട് എടുത്ത് രാവിലെ ഉണരുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലേ, ഒരു ബ്ലെസ്സിങ് ആണ്. അതിലുപരി ആ ഒരു എഫേർട്ട് എടുത്ത് ഇവിടെ ആയിരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. സോ ഹൃദയത്തിന്റെ ഭാഷയിലെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു 1 hour നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഡ്രെയിൻ ടു റേഡിയന്റ് മാസ്റ്റർ യുവർ എനർജി എന്നുള്ളതാണ്. എന്റെ വോയിസ് ബ്രേക്ക് അല്ലല്ലോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ബ്രേക്ക് ആവുന്നുണ്ടോ ചെറുങ്ങനെ? ചെറുതായിട്ട്. കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഡ്രെയിൻ ടു റേഡിയന്റ് അതാണല്ലേ ടോപ്പിക്. നമുക്കതിനെ പറയാം തളർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരമുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡ്രെയിൻ ടു റേഡിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മാസ്റ്ററിങ് യുവർ എനർജി എന്നുള്ളതാണ്. നമ്മുടെ ഓരോ ദിവസവും രാവിലെ തുടങ്ങുന്നത് തന്നെ ഒരു പോരാട്ടത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ രാവിലെകള് ഓരോ ദിവസവും പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഒരു ബാറ്റിൽ വഴിയാണ് എന്നാണ് പറയുന്നത്. ഒരു എനർജി ബാറ്റിൽ. ദ ബാറ്റിൽ ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി എന്ന് പറയാം. എല്ലാ ദിവസവും പ്രഭാതം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഈ ഒരു രീതിയിലാണ് എന്നാണ് പറയുന്നത്. ഏത് എനർജിയാണോ അവിടെ ഒരു മോട്ടോ പറയാം നമുക്ക് ഫോർ അവർ മോർണിംഗ്. മോട്ടോ ഇങ്ങനെയാണ്: ഹയസ്റ്റ് എനർജി ഓൾവേസ് വിൻ. ഉയർന്ന അതായിരിക്കും വിൻ ചെയ്യുക എന്നുള്ളത്. ദാറ്റ് മീൻസ് ഓരോ ദിവസവും പ്രഭാതത്തില് ഈ ബാറ്റിലിൽ എൻഗേജ്ഡ് ആയി ഇതിലേത് എനർജിയാണോ വിൻ ചെയ്യുന്നത്, ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ കാര്യങ്ങൾ റൂൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ എനർജി ആയിരിക്കും, വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ നമ്മൾ അലാം ഓഫ് ചെയ്യുന്ന സമയം മുതൽ നമ്മൾ ഈ ഒരു പോരാട്ടത്തിൽ അങ്ങ് ഇറങ്ങുകയാണ് എന്ന് ചുരുക്കത്തിൽ പറയാം. അതായത് അലാം അടിച്ച് ഓഫ് ചെയ്ത് എഴുന്നേൽക്കുന്നതിന് പകരം അത് മാറ്റി കുറച്ച് നീക്കി വച്ച് വീണ്ടും കിടക്കുന്ന ആളാണെങ്കിൽ അവിടെ മുതൽ നമ്മൾ എന്തായി എന്നാണ് പറയുന്നത്, ആ ഒരു ബാറ്റിൽ നമ്മൾ എൻഗേജ്ഡ് ആയി അല്ലെ ഓൾറെഡി. അപ്പോ പ്രഭാതത്തിലെ ഈ ആദ്യ മണിക്കൂറുകളെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലെസ്ഡ് ഹവേഴ്സ് അല്ലെങ്കിൽ മിറാക്കിൾ ഹവേഴ്സ് എന്ന് പറയും. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു സമയമാണല്ലേ ഈ ഒരു രാവിലത്തെ സമയം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ സമയത്തിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വളരെ പ്ലസന്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിനെ നമ്മൾ മിറാക്കിൾ ഹവേഴ്സ് എന്ന് വിളിക്കാം. വൈ? ബിക്കോസ് ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഈ ബ്ലെസ്ഡ് ഹവേഴ്സ് ഓൺലി ഫോർ വാരിയേഴ്സ്, ദോസ് ഹു ആർ റിയലി റെഡി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് നെഗറ്റീവ് എനർജി. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമയം എന്നാ പറയുന്നത്? വാരിയേഴ്സ്. വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനോട് ഫൈറ്റ് ചെയ്ത് അതിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാരിയേഴ്സിന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മോർണിംഗ് ഹവേഴ്സ് എന്നാ പറയുന്നത്. സോ ഐ വോണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് ഓൾ ഓഫ് യു ബിക്കോസ് എൻ്റെ ഈ ഒരു
ചുറ്റുപാടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആരും എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു സൗണ്ടും ഇല്ല, വളരെ ശാന്തമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തുനിന്ന് ഈ ടെമ്പിളിലെ സോങ് കേൾക്കാം. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് അടുത്തായതുകൊണ്ട് അതിന്റെ സൗണ്ടും കൂടി കേൾക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തോന്നും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഡെഡിക്കേഷനോട് കൂടി നമ്മൾ ഇപ്പൊ എത്ര പേരുണ്ട്? 21 അല്ലെ? ഇത്രയും പേര് ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. ബിക്കോസ് ഈ മണിക്കൂറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ വളരെ സുഖമായി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗ്രോത്തിന് വേണ്ടി, എക്സ്പാൻഷന് വേണ്ടി, പ്രോഗ്രസ്സിന് വേണ്ടി, ഇൻഫോർമേഷൻസ് ഗ്യാതേർഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിയിരിക്കുകയാണ് അല്ലെ? സോ ഇതാണ് മിറാക്കിൾ ഹൗസ്. ഓക്കെ, ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാം രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലി പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താണ് തുടരുന്ന ആ ഒരു താല്പര്യം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേക്കും, ടു ഡു ലിസ്റ്റ് പ്രകാരം ചെയ്യാൻ ശ്രമിക്കും. മോർണിംഗ് റൂട്ടീൻ, സക്സസ് റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ തുടങ്ങിയ ആ ഒരു ഊർജം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നില്ല. ഇതെല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്. സോ ചെറിയൊരു കാര്യം, ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് മെഡിറ്റേഷൻ, അതായത് ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് പറയാം. മെഡിറ്റേഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒരു കാര്യം അറിയില്ല, പ്രയർ എക്സ്പീരിയൻസ് ഇല്ല. ആൻഡ് ആ സമയത്ത് നൈറ്റ് ഹെവി ഡോസിലുള്ള BP ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അത്രയും ഹൈപ്പർ ടെൻഷൻ ആയതുകൊണ്ട് ഹെവി ഡോസിലാണ് മെഡിസിൻ വരിക. ആൻഡ് ആ സമയത്ത് ഒരു 21 ഡേയ്സിന്റെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. മോർണിംഗ് ഏകദേശം 5-8 ആകുന്ന സമയത്ത് അവരൊരു വേക്കപ്പ് കോള് തരും. ആ സമയത്ത് എഴുന്നേക്കണം. അതുപോലെ കറക്റ്റ് 5:20 എന്ന് പറയുമ്പോൾ അവർ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഈ വീഡിയോ പോസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളത് അലൗഡ് അല്ല. നിർബന്ധമായിട്ടും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുകയും വേണം. നോർത്ത് ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള ഒരു ടീമിന്റെ അണ്ടറിലായിരുന്നു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആണ്. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞ ആ രാവിലെ എഴുന്നേക്കുന്ന കുറച്ച് സമയം ആദ്യത്തെ ദിവസങ്ങളിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അലാം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. ഞാൻ ആ ബെഡിൽ ഇരുന്ന് കരയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല, കണ്ണിൽ ഇങ്ങനെ മണൽ വാരി ഇട്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം അത്രയും ടയേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ആ സമയം എഴുന്നേക്കാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ എത്രയോ ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ എഴുന്നേറ്റ് പോകുന്നത്? മെഡിറ്റേഷൻ ചെയ്യാനാ പോകുന്നത് കരഞ്ഞുകൊണ്ട്. പക്ഷെ അതല്ലാതെ ഒരു നിവൃത്തിയില്ല. ഒരു ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ റിമൂവ് ചെയ്യും. കാര്യം നമ്മൾ അങ്ങോട്ടേക്ക് പേ ചെയ്തിട്ടാണ് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ പോലും അവിടെ വളരെ റെസ്ട്രിക്ഷൻ ആയിരുന്നു. വളരെ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ റിമൂവ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തോ ഇല്ലയോ റിമൂവ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ അത് പേടിച്ചിട്ട് എല്ലാവരും കൃത്യസമയത്ത് വന്നിട്ടുണ്ടാവും. എല്ലാവരും വീഡിയോ നന്നായിട്ട് ഓൺ ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എല്ലാം ഡാർക്കാണ്. 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാന്ന് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ ഒരു സമയത്തിനെ പറ്റിയിട്ട്. എപ്പോഴും ഞാൻ ഈ ടൈം എഴുന്നേക്കുന്ന സമയത്ത് ഈ കാര്യം ഓർമ്മ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇനീഷ്യൽ ഡേയ്സിൽ മെഡിറ്റേഷൻ ചെയ്യുക, രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബാറ്റിൽ. പലർക്കും ഇപ്പൊ അങ്ങനെ തോന്നാം. എനിക്കും അത് വലിയൊരു യുദ്ധമായിട്ടാണ് തോന്നിയത് രാവിലെ. പക്ഷെ ഗ്രാജുവലി അതെന്തായി നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്, ഡ്രെയിൻ ടു റേഡിയന്റ് അല്ലെ? അപ്പോൾ മാസ്റ്റർ യുവർ എനർജി എന്നുള്ളതിന് ആദ്യം നമുക്ക് അറിയണം എങ്ങനെയാണ് നമ്മുടെ എനർജി ലീക്കായി പോകുന്നത് അല്ലെ?
നമ്മുടെ എനർജീനെ മാസ്റ്റർ ചെയ്ത് ഈ തളർന്നു പോയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ബ്രൈറ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ്ലി വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് എവിടെയാണ് നമ്മുടെ ഈ ഒരു എനർജി ലീക്ക് ആയി പോകുന്നത്, അല്ലെ? അപ്പം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് എനർജി ലീക്കിംഗ് ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും? കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഫസ്റ്റ് തന്നെ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടയേർഡ്നെസ് ആണ്, തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഈ എനർജി ഡ്രെയിനിങ്ങിന്റെ ഒരു സിംറ്റം ആണ്. ഓക്കെ, അതായത് നമുക്ക് ചില ആൾക്കാർ നമ്മുടെ ബോഡി അങ്ങോട്ട് പൊന്തുന്നില്ല എന്ന് പറയാറുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ടയേർഡാണ്. ബിക്കോസ് അത് തന്നെ അതിന്റെ ഒരു സിംറ്റം ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ സ്ലീപ്പിംഗ് ഡിസോർഡർ, രാത്രി ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല, ഇതും അതിൻ്റെ ഒരു മറ്റൊരു കാര്യമാണ്. അതുപോലെ ക്ഷീണം, തളർച്ച അനുഭവപ്പെടുക, ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇനി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫോക്കസ് കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ടൈം എത്താത്തത് പോലെ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നാലും സമയം എവിടെയും തികയാത്ത പോലെ തോന്നുക. പിന്നെ പിന്നത്തേക്ക് മാറ്റി വെക്കുക, പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ, പിന്നത്തേക്ക് മാറ്റി വെക്കുക, നാളെ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ എല്ലാ കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത. അതുപോലെ മറ്റുള്ളവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മറ്റുള്ളവരെന്നെ കെയർ ചെയ്യുന്നില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കുക. അവരെന്നെ മനസ്സിലാക്കുന്നില്ല, ഇവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത്തരത്തില് നമുക്ക് എപ്പോഴും എന്താണ് ഒരു മനസ്സിൽ അതേ ഒരു ചിന്തകൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഈ കാരണങ്ങളാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, സ്വയമേ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. അതുപോലെ ഒറ്റപ്പെടുക, ആൾക്കാർ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് തോന്നുക. ദെൻ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി റീകോൾ ചെയ്ത് സംസാരിക്കും, അതോടൊപ്പം തന്നെ ആലോചിച്ച് കാട് കയറി എന്താണ് ഒരു പുതിയ കഥ ഉണ്ടാക്കും. കഴിഞ്ഞ കാര്യങ്ങളെ വെച്ചിട്ട് നമ്മളൊരു പുതിയ സ്റ്റോറി ഉണ്ടാക്കുകയാണ്. അത്തരത്തിൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ദെൻ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ശ്രമം, പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറയും, ഇതും എനർജി ഡ്രെയിനിങ്ങിന്റെ ഒരു സിംറ്റം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ വികാരങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കും. ഇപ്പൊ സങ്കടമാണെങ്കിലും എന്തെങ്കിലും വേദനകളാണെങ്കിലും ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യം വരിക, വല്ലാതെ ഓവർ റിയാക്ടിങ് ആവുക, ചെറിയ കാര്യങ്ങളിൽ തന്നെ ഇറിറ്റേറ്റഡ് ആകുക, ഇതൊക്കെ എന്താണ് എനർജി ഡ്രെയിനിന്റെ സിംറ്റം ആണ്. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും എനർജി എന്ന് പറയുന്നത് ഇസ് ദ കീ ടു സക്സസ് എന്നാ പറയും. അപ്പൊ അവിടെ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനർജിയിൽ ലീക്കേജ് സംഭവിച്ച, ഞാൻ പറഞ്ഞു എനർജി ഇസ് ദ കീസ് ടു സക്സസ് എന്നാണെങ്കിൽ ആ ലീക്കേജ് നമ്മളെ എങ്ങനെ ബാധിക്കും? എങ്ങനെയായിരിക്കും ബാധിക്കുക? നമ്മുടെ സക്സസിലേക്കുള്ള ആ ഒരു ജേർണി എന്താകും? ഇച്ചിരിയും കൂടി ഡിലേ ആകും എന്നുള്ളതാണ്. അപ്പോ ഇതിനെയാണ് നമ്മൾ എനർജി ലീക്കിംഗ് കണ്ടീഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ലോങ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ എനർജിയും ഡ്രെയിൻ ചെയ്ത് നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കും, അല്ലേ? ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? സക്സസിൽ എത്താൻ വേണ്ടി കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സക്സസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും അതിനു വേണ്ടി ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഫസ്റ്റ്ലി യു വോണ്ട് ടു എന്താണ് ട്രൈ ടു പ്രൊട്ടക്ട് യുവർ എനർജി. ഈ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരു പകുതി കാര്യം റെഡിയായി, നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. സോ ഈ എനർജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഊർജ്ജം നമ്മൾ ഇത് എവിടെയാണ് കൊണ്ട് കളയുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെ? റീസൺസ് ഓഫ് എനർജി ലീക്കിംഗ് എവിടെയെല്ലാം ആയിരിക്കും? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തേ. എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ
എനർജി ലീക്ക് ചെയ്യുന്നത്? എങ്ങനെ ലീക്കിംഗ് ഉണ്ടാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞു. നമ്മൾ ഇന്ന് കുറെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു. ഇനി ഇത് എവിടെയൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ലീക്കായി പോകുന്നുണ്ടാകും? അതിന്റെ റീസൺസ് എന്തായിരിക്കും പറയാവോ? കഴിഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. യെസ്, ഓവർ തിങ്കിങ്, മൊബൈൽ യൂസേജ്. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും? പീപ്പിൾ പ്ലേസിംഗ്. യെസ്, അതും ഒരു കറക്റ്റായ ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ റീസൺസിൽ നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണ്, പെർഫെക്റ്റ്. എന്നാലും ഒന്നും കൂടി അതിന് അഡിക്ഷൻസ് കറക്റ്റ്. ഒന്നാമതായിട്ട് പറയുന്നത് അൺപ്രോസസ്ഡ് ഇമോഷൻ എന്നാണ് പറയുന്നത്. എന്താണ് അൺപ്രോസസ്ഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സപ്രസ് ചെയ്ത് വരുന്ന ഇമോഷൻസിനെയാണ് അൺപ്രോസസ്ഡ് ഇമോഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ അനുഭവപ്പെടുന്ന വേദനയായിക്കോട്ടെ, ഇഷ്ടക്കേടായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ഇതിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാതെ, ഇവ മാത്രമല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും, ചില ആവശ്യങ്ങൾ ഉണ്ടാവും, ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാതെ സപ്രസ് ചെയ്ത് വെക്കുന്നത് ഇതിനുള്ള ഏറ്റവും വലിയൊരു റീസൺ ആണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇമോഷൻ എന്ന് പറയുന്നത് എനർജി ഇൻ മോഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് എല്ലാ ഇമോഷൻസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എനർജി ക്യാരി ചെയ്യുന്നുണ്ട്, വെദർ ഇറ്റ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് എനർജി നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലൂവൻസി, എനർജി ഫ്ലൂവൻസി എന്ത് ചെയ്യും? ബ്ലോക്ക് ആവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. മെയിൻലി നമ്മൾ ഈ മെഡിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൊണ്ടുവരുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യം, എസ്പെഷ്യലി നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റ്, ഈ അൾസർ, അസിഡിറ്റി, മറ്റ് മൈക്രോബയോട്ടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൈജഷൻ ഇഷ്യൂസ് മെയിൻ അങ്ങനെ പറയാം നമുക്ക്. ഈ ഡൈജഷൻ ഇഷ്യൂസ്, അതുപോലെ തന്നെ കൊളസ്ട്രോള്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാകും, അവർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് സ്ട്രെസ് ആണ് കൂടുതലും. ഈ സ്ട്രെസ് എന്ന് പറയുന്നതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സപ്രസിങ് ദെയർ ഇമോഷൻസ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺപ്രോസസ്ഡ് ഇമോഷൻ. അത് ഡയറക്ട്ലി പോയിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഗട്ടിനെയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ബ്രെയിൻ ആൻഡ് ഗട്ട് അല്ലെ. സെക്കൻഡ് ബ്രെയിൻ എന്താണെന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പറയുന്ന ബ്രെയിനും ഗട്ടും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ആണ്. when the gut is get upset, it also affect brain എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പറയുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് സപ്രഷൻ ഓഫ് ഇമോഷൻ, രണ്ട് സാക്രിഫൈസിങ് ആൻഡ് പീപ്പിൾ പ്ലീസിങ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ അൺപ്രോസസ്ഡ് ഇമോഷൻസ് കൂടുതലായിട്ട് വരുന്നത്. ഇത് നമ്മളെ എനർജി, നമ്മുടെ ഉള്ളിലുള്ള സൂര്യനാണ് നമ്മുടെ ഗട്ട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവിടുത്തെ എനർജി ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അത് ബാധിക്കും എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഓക്കെ, അൺപ്രോസസ്ഡ് ഇമോഷനെ പറ്റി മനസ്സിലായോ? എങ്ങനെയാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? മൂവ് ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആപ്പുകൾ തുറന്നു വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ എന്താണ് കുറേ ആപ്പുകൾ ഒന്നിച്ചിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ആ ഫോണിൻ്റെതാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ആണെങ്കിൽ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായിരിക്കും? സ്റ്റക്ക് ആവും, ഹാങ് ആവും, ചൂടാകും അല്ലെ? അത് ചൂടാകില്ലേ? ഇതേ ചാർജ് പോകും, റൈറ്റ്, ഹീറ്റ് ആകും അല്ലെ? ഇതേപോലെയാണ് ഓവർ തിങ്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത്. ഒരേ സമയം നമ്മൾ പല പല കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു
ഹാങ് ആയ അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ചാർജ് ഇങ്ങനെ പതുക്കെ പതുക്കെ തീർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഇനി മൂന്നാമത്തത് ലാക്ക് ഓഫ് ബൗണ്ടറീസ് ഓർ പീപ്പിൾ പ്ലീസിങ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം. എല്ലാവരെയും നമ്മൾ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരെ നമ്മളെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും. റെസ്പോൺസിബിലിറ്റീസ് ടേക്ക് ചെയ്യണ്ട എന്നല്ല പറഞ്ഞതിനർത്ഥം. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കരുത് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ മാത്രം മറന്നുപോകും അല്ലെ? എന്നാൽ ഈ ഒരു മാനസികാവസ്ഥയിൽ അവർ കുറെ കാലം സർവൈവ് ചെയ്യുമോ? അതും ഇല്ല. എന്ത് പറ്റും? കുറച്ച് സമയം ഇതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചൊരു ഗിൽട്ട് വരാനുണ്ട്, ഒരു കുറ്റബോധം വരാനുണ്ട്. ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തു, ബട്ട് ഞാൻ എന്നെ ഒന്നും കെയർ ചെയ്തില്ല, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു തോട്ട് വരാൻ തുടങ്ങും. ഇതും എന്താണെന്നാ പറയുന്നത്? അതിനുള്ള നമ്മുടെ എനർജി ലീക്കിങ്ങിനുള്ള ഒരു മെയിൻ റീസൺ ആണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട്, അത് പലപ്പോഴും നമ്മൾ മറന്നു പോവാണ്. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻ, കരിയർ, ഈ 4 ഏരിയകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്തും കരിയറും അവിടെ വിട്ടിട്ട് ഈ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് അവരെ സംബന്ധിച്ച് എന്താണ് മെയിൻ ആയിട്ട് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഹെൽത്തും കരിയറും കുറേ സമയം കഴിയുമ്പോൾ ഡ്രെയിൻ ആയി തുടങ്ങും എന്നുള്ളതാണ്. സോ അതാണ് അവിടെ പറയുന്ന പോയിന്റ്. അപ്പൊ മൂന്നാമത്തത് ലാക്ക് ഓഫ് ബൗണ്ടറീസ് എന്നുള്ളതാണ്. 4 കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക, ടൈം കുറച്ച് ലിമിറ്റഡ് ആണ്. 4 എന്ന് പറയുന്നത് അസോസിയേഷൻ വിത്ത് നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ. 4ാമത്തെ പോയിന്റ് അസോസിയേഷൻ വിത്ത് നെഗറ്റീവ് അറ്റ്മോസ്ഫിയർ. വെദർ ഇറ്റ് പീപ്പിൾസ് ഓർ സിറ്റുവേഷൻ, ടേക്ക് എ ഡിസ്റ്റൻസ് അണ്ടിൽ യു ലേൺ ടു പ്രൊട്ടക്ട് യുവർ എനർജി. എങ്ങനെയാണ് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തിടത്തോളം കീപ്പ് എ ഡിസ്റ്റൻസ് ഫ്രം നെഗറ്റീവ് പീപ്പിൾസ് ആൻഡ് നെഗറ്റീവ് സിറ്റുവേഷൻസ് എന്നാ പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുവരെ ബി അവെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 5th വൺ എന്ന് പറയുന്നത് ക്യാരിയിങ് പാസ്റ്റ് ട്രോമ ബാഗേജ്. എന്താണ്? ക്യാരിയിങ് പാസ്റ്റ് ട്രോമ ബാഗേജ്. പഴയ കാര്യങ്ങളെ നമ്മൾ ഒരു ഭാണ്ഡമായി തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ഓവർലോഡ്. നമുക്കറിയാം റീൽസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരേ സമയം കണ്ടിന്യൂസ്ലി പല പല ഇമോഷൻസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ഡോപ്പാമിൻ സ്പൈക്ക് ഉണ്ടാവും. ഡോപ്പാമിൻ നമുക്ക് മോട്ടിവേഷൻ ഹോർമോൺ ആയിട്ട് അവിടെ വേണമെങ്കിലും നമുക്ക് വേണ്ടത് സ്പൈക്ക് ഡോപ്പാമിൻ അല്ല, സ്റ്റഡി ഡോപ്പാമിൻ ആണ്. സോ ഡിജിറ്റൽ ഓവർലോഡ് കുറക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ദെൻ 4th വൺ പ്രൊട്ടക്ട് യുവർ ബോഡി, അല്ലെങ്കിൽ ബോഡി അറ്റ് ഫൈറ്റ് ടു ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. ബോഡിയുടെ ആ ഒരു അലേർട്ടിങ് കണ്ടീഷനിൽ, അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ബോഡി മൂവ് ചെയ്യുന്നതും നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള റീസൺസ് പറയുന്നത്. അൺപ്രോസസ്ഡ് ഇമോഷൻ, ഓവർ തിങ്കിങ്, ലാക്ക് ഓഫ് ബൗണ്ടറീസ്, പീപ്പിൾ പ്ലീസിങ്, association with negative atmosphere, carrying past trauma baggages, digital overload, body at fight or flight mode. Then how we can master our energy, the last portion. നമ്മൾ റീസൺസ്, സിംറ്റം കണ്ടു, റീസൺസ് കണ്ടു, ഇനി എങ്ങനെ ഇത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഓൾറെഡി നമ്മൾ കണ്ടു എനർജി ലീക്കിംഗ് നമുക്ക് ഒരുപാട് വഴികളിലൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതിനർത്ഥം നമ്മളെ കൺട്രോൾ ചെയ്ത് വെച്ച് നമ്മളെ വലിഞ്ഞു മുറുകിയ ഒരു അവസ്ഥയിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല.
അവെയർ ആകുക എന്നുള്ളതാണ്. എന്താണ് എന്നുള്ളത് അവെയർനെസ്സോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് യു വോണ്ട് ടു ഡു ഈസ് പ്രാക്ടീസ് സേവേഴ്സ് റൂട്ടീൻ. ഓക്കെ, സേവേഴ്സ് റൂട്ടീന് മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന് പറയും. സേവേഴ്സ് റൂട്ടീൻ. S for silence, A for affirmation, V for visualization, E for exercise, and R for reading, S for scribbling. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? Savers routine. First one you want to practice savers routine. S for silence. Okay, silence means ആ ഒരു സമയത്താണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതും ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ ഒരു സൈലൻസ് എന്ന് പറയുന്ന ടൈമിങ്ങിലായിരിക്കണം. Then after A for affirmation, positive affirmations. Then V for visualization, visualize your dream version. Then E for exercise, move your body. നിങ്ങളെ പറ്റുന്ന രീതിയിൽ ആ ഒരു നിങ്ങൾക്ക് എന്താണോ കഴിയുന്ന ആ ഒരു ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ R for reading, S for scribbling. Scribbling means നമ്മൾ പറയില്ലേ കുത്തിവര എന്നൊക്കെ പറയും. അതായത് നമുക്ക് എന്തൊക്കെയാണോ ജേർണലിംഗ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ഇന്നത്തേക്ക് എന്തെങ്കിലും തോട്ട്സ് എഴുതുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രിബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സേവേഴ്സ് റൂട്ടീൻ. ഇതിൽ നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ദിവസം. ബിക്കോസ് മോർണിംഗ് അവേഴ്സ് ഇസ് വെരി പ്രഷ്യസ് ആൻഡ് യൂസ് ഇറ്റ് വൈസ്ലി. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മാസ്റ്റർ ഇൻ സെറ്റിംഗ് ഹെൽത്തി ബൗണ്ടറീസ്. എസ്പെഷ്യലി ഇതിനകത്ത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലേൺ ഹൗ ടു ക്രിയേറ്റ് ദാറ്റ് ഹെൽത്തി ബൗണ്ടറി. നമ്മുടെ മെഡിറ്റേഷനിൽ കോഡ് കട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അത് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹെൽത്തി ബൗണ്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് സേവേഴ്സ് റൂട്ടീനെ പ്രാക്ടീസ് ചെയ്യുക. സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള നമ്മളെ ക്ലയൻസിനാണെങ്കിൽ പോലും അവരുടെ ഇമോഷണൽ ട്രാപ്പിൽ നമ്മൾ വീണു പോകാതെ അവരെ വളരെ റെസ്പെക്ട്ഫുള്ളി കമ്പാഷനേറ്റ് ആയിട്ട് തന്നെ അവരെ കേൾക്കുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക. At the same time, protect your energy. Okay. And third one, breathing on. There is different kind of breathing practices is available. കുറച്ച് എണ്ണത്തിന്റെ പേര് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. നാഡി ശോധന, then മെയിൻലി ചെയ്യേണ്ടത് ബോക്സ് ബ്രീത്തിങ്, ഫയർ ബ്രീത്ത്, ഉച്ചൈ പ്രാണായാമ, അബ്ഡോമിനൽ ബ്രീത്ത്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ബോഡി റിലാക്സേഷന് പറയുന്ന ബ്രീത്തിങ് പ്രാക്ടീസസ്. നാഡി ശോധന, ബോക്സ് ബ്രീത്തിങ്, ദെൻ ഫയർ ബ്രീത്ത്, അബ്ഡോമിനൽ ബ്രീത്ത്, ഉച്ചൈ പ്രാണായാമ. വേറെയും ഉണ്ട്, ഇതൊരു മിനിമൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ, വെരി ഇമ്പോർട്ടൻറ്റ്, ലിമിറ്റ് യുവർ പ്രസൻസ് ആൻഡ് ലിമിറ്റ് യുവർ വേർഡ്സ്. എന്താണ്? ലിമിറ്റ് യുവർ പ്രസൻസ് ആൻഡ് ലിമിറ്റ് യുവർ വേർഡ്സ്. അൺനെസസറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രസന്റ് ആകാതിരിക്കുക. അൺനെസസറി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. വാല്യൂ യുവർ പ്രസൻസ്, വാല്യൂ യുവർ വേർഡ്സ്. നിങ്ങളുടെ പ്രസൻസിന്റെ വാല്യൂ തിരിച്ചറിയുക, നിങ്ങളുടെ വാക്കുകളുടെ പ്രാധാന്യം തിരിച്ചറിയുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ക്ലീനിങ് ഓർ ക്ലെൻസിങ് എന്ന് പറയും. അതിനകത്ത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഫിസിക്കൽ ക്ലെൻസിങ്. ഫിസിക്കൽ ക്ലെൻസിങ് എന്ന് പറയുന്നത് ബോഡി ഡീടോക്സിഫിക്കേഷൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലെൻസിങ്ങിൽ ഒന്നാമത്തത് ഫിസിക്കൽ ക്ലെൻസിങ് ആണ്. ഇറ്റ്സ് ആക്ച്വലി മീൻ ബൈ ബോഡി ഡീടോക്സിഫിക്കേഷൻ. 2 നേരത്തെ പറഞ്ഞതുപോലെ ബ്രീത്തിങ് ആണ്. ഇന്നർ ക്ലെൻസിങ് ആണ് അത് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലെൻസിങ് മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. 3 പോയിന്റ്സ് ആണ്. ഫിസിക്കൽ ക്ലെൻസിങ്, ബ്രീത്ത് വർക്ക്, ദെൻ ക്ലെൻസിങ് മെഡിറ്റേഷൻ. ഓക്കെ, ഈ 5 പോയിന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, റെസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് തിങ്, റെസ്റ്റ്. ഓക്കെ, the 7th one, decide,
where your energy want to centered. എവിടെയാണ് നിങ്ങളുടെ എനർജി സെന്റേർഡ് ചെയ്യപ്പെടേണ്ടത്, ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് തിരിച്ചറിയാം. വെദർ ഇറ്റ്സ് നൗ ഓൺ യുവർ ഹെൽത്ത് ഓർ യുവർ കരിയർ ഓർ യുവർ റിലേഷൻ, എവിടെയാണ് നിങ്ങൾക്ക് കറന്റ്ലി നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് സെന്റേർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇപ്പം ക്ലിയർ പറഞ്ഞു, എന്താണ്? ക്ലിയർ ആണെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു എനർജി സെന്റേർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി ഏത് ഏരിയ ആണെന്ന് മനസ്സിലാക്കുക. ടേക്ക് എ മൂവ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. ആ ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി തന്നെ നമ്മൾ ഇനീഷ്യൽ ഡേയ്സിൽ ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എനർജി എങ്ങനെയൊക്കെ ഡ്രെയിൻ ആകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ റീസൺസ് പറഞ്ഞു, അതെങ്ങനെ മാസ്റ്റർ ചെയ്യണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സോ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഡെപ്ത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സോ സ്റ്റാർട്ട് വിത്ത് സേവേഴ്സ് റൂട്ടീൻ, ദെൻ ലേൺ ടു സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്, value your presence, value your words, and limit your digital use. Then breathing practices കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കീപ് യുവർ ബോഡി ഓൾവേസ് ഹെൽത്തി. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് എനർജി പ്രൊട്ടക്ഷനിൽ. ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ ബോഡി. ഇറ്റ്സ് യുവർ പ്രയോറിറ്റി. അത് തീർച്ചയായിട്ടും പ്രയോറിറ്റി ലിസ്റ്റിൽ കൊടുക്കുക എന്നുള്ളതാണ്. ബോഡി കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. ബോഡി കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കും. സോ ടേക്ക് കെയർ യുവർ ബോഡി വെൽ, ദെൻ യു ക്യാൻ ഈസിലി ഏബിൾ ടു കൺട്രോൾ യുവർ മൈൻഡ്. ഇത് രണ്ടും നിങ്ങളുടെ കയ്യിലാണെങ്കിൽ യു ക്യാൻ ഈസിലി ആക്സസ് യുവർ സോൾ. ഓക്കെ, അപ്പോൾ എൻഡ് ചെയ്യാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ തിരിച്ചറിവുകൾ മാത്രം മതി. നമുക്ക് വലിയ എല്ലാം സെറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പെർഫെക്റ്റ് ടൈം അങ്ങനെ ഒരു സമയമില്ല. ഇപ്പൊ നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഈ സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം. ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ ദിസ് ഈസ് യുവർ പെർഫെക്റ്റ് ടൈം. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൈഫിൽ സ്റ്റക്ക് നേരിടുന്നു, ഞാൻ സ്ട്രെസ്സിലാണ്, ഞാൻ ലീവ് തോന്നുന്നുണ്ട്. മാം 1 മിനിറ്റ് എന്തോ പറഞ്ഞു അല്ലേ? കോള് വന്നു കാണും. എന്തോ പറഞ്ഞു. കോള് വന്നപ്പോ നെറ്റ് കട്ടായി കാണും. ഹലോ, ആ, അവസാനം ചെറിയ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ലൈഫിൽ വളരെ സ്റ്റക്കായിട്ട് സ്ട്രഗിൾഫുൾ ആയിട്ട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താമര ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ശുദ്ധമായിട്ടുള്ള ജലത്തിൽ വളർന്നിട്ടില്ല. അതെപ്പോഴും അത്രയും പ്രതികൂലമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് വളരെയധികം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ലോട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലോട്ടസ് വളരുന്നത് ആ ഒരു പ്രതികൂലമായ കണ്ടീഷനിലാണ്. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ബ്ലൂം ലൈക്ക് എ ലോട്ടസ്. അതായിരിക്കണം മനസ്സിലുണ്ടാകേണ്ടത്. ഇപ്പൊ നമുക്ക് സ്ട്രഗിൾസിലാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് യു ആർ എ ലോട്ടസ് ആൻഡ് ട്രൈ ടു ബ്ലൂം.
ആൻഡ് ദ അതർ തിങ്, ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഡയമണ്ട്, തിളങ്ങുന്ന ഒരു വജ്രം, അത് വജ്രം പോലെ തിളങ്ങുന്ന ഒരു സ്ഥലത്ത് വച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ തിളക്കത്തിനെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും? ഒരിക്കലുമില്ല. അതിനെ എവിടെ വെക്കണം? മങ്ങിയ പ്രതലത്തിൽ തന്നെ കൊണ്ടുവെക്കണം. അപ്പോ നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന ആ പ്രകാശം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻസൈഡ് യു. അപ്പൊ നമ്മുടെ ചുറ്റുപാടും ഇരുടായിട്ട് തോന്നുകയാണ്, അല്ലെങ്കിൽ എല്ലാം ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നു, ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം എനിക്കെതിരായിട്ടാണ് നടക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രകാശം അതെവിടെയുള്ളത്? ഇൻസൈഡ് യു. സോ ബി എ ഡയമണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇന്നു മുതൽ മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രഗിൾസിലാണോ നിങ്ങൾ മൂവ് ചെയ്യുന്നത്, യു ആർ എ ലോട്ടസ് ആൻഡ് ബ്ലൂം ലൈക്ക് എ വെരി ഫ്രഷ് ആൻഡ് പവർഫുൾ ലോട്ടസ്. അതേപോലെ തന്നെയാണ് വജ്രത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങൾക്ക് ഇപ്പോ ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോളിഷ് യുവർ സെൽഫ്. ആ ഒരു പ്രഷറിൽ അണ്ടർഗോയിങ് ചെയ്യുമ്പോഴാണ് ആ ക്രിസ്റ്റൽ ഡയമണ്ടായി മാറുന്നത്. ലൈക്ക് സറണ്ടർ യുവർ സെൽഫ് ആൻഡ് വർക്ക് സ്മാർട്ട്ലി. ഓക്കെ, സോ എല്ലാ ഡയമണ്ട്സിനും നല്ലൊരു ദിവസം നേരെയാണ്. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു. നല്ല എനർജറ്റിക് ആയ യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. സേവേഴ്സ് റൂട്ടീൻ സൈലൻസ് അഫർമേഷനും കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ? സൈലൻസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് യുവർ ഡ്രീം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നല്ല പവർഫുൾ ആയിട്ട് തന്നെ എനർജറ്റിക് ആയിട്ട് ഈ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ ഡേയും നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു മാം. ഞാൻ റെക്കോർഡിംഗ് കേൾക്കാറുള്ള ചുരുക്കം ക്ലാസ്സുകളിൽ ഒന്ന് സ്റ്റെഫി മാമിന്റെയാണ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. നല്ല ക്ലാസ് എന്ന് പറയുന്നില്ല, വളരെ യൂസ്ഫുൾ ആയ ഓരോ ലൈൻസ് എഴുതിയെടുക്കാനും നമുക്ക് ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഓരോ ടൈമിലും യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഫുൾ എനർജി മാമിന്റെ ക്ലാസ്സുകളുണ്ട്. താങ്ക് യു. മാം വൈൻഡ് അപ്പ് ചെയ്യാല്ലേ അപ്പോ? ഹലോ, വൈൻഡ് അപ്പ് ചെയ്യാം.